അടിപൊളി മാങ്ങാച്ചാറല്ലേ, പഴങ്കഞ്ഞിയുടെ കൂടെ കുടിക്കാനും പിന്നെ കുട്ടികൾ സ്കൂളിൽ പോയി അവർക്ക് കൊടുത്തുവിടാൻ പറ്റിയൊരു മാങ്ങാച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവരും കേൾക്കുക. ഹായ്, ഹലോ. അപ്പം നിങ്ങളുടെ സ്വന്തം അനുവാണ്. നമുക്കിന്നൊരു മാങ്ങാച്ചാറിട്ടല്ലോ. നമ്മുടെ വീട്ടിൽ എപ്പോഴും അത്യാവശ്യമുള്ളൊരു സാധനമാണ് അച്ചാർ. പഴങ്കഞ്ഞി കുടിക്കാനും ചോറ് കൊണ്ടുപോകാനും ഒക്കെ. അപ്പോൾ ഒന്ന് അച്ചാറിട്ടാലോ എല്ലാവരും. അടുപ്പ് കത്തിച്ചൊരു കടായി അടപ്പിൽ വയ്ക്കുക. അത് ചൂടാവുമ്പോൾ നല്ല ചൂടാകുമ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണ ആയിരിക്കും ബെറ്റർ. പക്ഷേ നമ്മൾ പെട്ടെന്ന് തീരുന്ന അച്ചാർ ഉപയോഗിക്കുന്ന വീടാണെങ്കിൽ നമുക്ക് സൺഫ്ലവർ എടുക്കാം. അപ്പം നമ്മൾ എടുത്തേക്കുന്നത് സൺഫ്ലവറാണ്. അത് നല്ല തിളയ്ക്കുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ കടുക് ഇട്ടു. കടുക് നല്ല പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം കടുവെല്ലാം പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി നൈസാക്കി വെച്ചേക്കുന്നത് ഇടാം. അത് നല്ല ചുമക്കണം. നല്ല ചുമന്ന ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട് വെളുത്തുള്ളി. ഇനി നമുക്കൊരു 4 വറ്റൽമുളക് മുറിച്ചിടാം. ഇപ്പോൾ എല്ലാം ഏകദേശം സെറ്റായിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ചുമന്ന കളറായി. ഇനി നമുക്കിതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണം. മുളക് പൊടി, മഞ്ഞൾപ്പൊടിയാണ്. നമ്മൾ അത് ആടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മണമൊന്ന് മാറുന്നേരം ചൂടാക്കുക. ഇനി അരിഞ്ഞ് ഉപ്പിട്ട് വെച്ചേക്കുന്ന മാങ്ങ അതിൽ തട്ടുക. ഇനി നല്ല ഇളക്കി കൊടുക്കുക, മിക്സാക്കുക. ഇനി നമുക്ക് കുറച്ച് കടുക് പൊട്ടിച്ചതും ഉലുവ പൊട്ടിച്ചതും കൂടി അതിൽ ചേർക്കാം. കടുക് പൊട്ടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇനി ഒരു സ്പൂണ് വിനീഗർ ഒഴിക്കാം. ആവശ്യത്തിന് ഉപ്പിടാം. ഇനി ഒരു നുള്ള് കായപ്പൊടി ചേർക്കാം. കായപ്പൊടി അധികമായാൽ കഴിക്കും. അപ്പം നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് നിങ്ങളുടെ ഹൃദയം തരണം. നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ കമൻറ്റുകൾ എല്ലാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അച്ചാർ.